പാലക്കാട് ആറങ്ങോട്ട് കുളമ്പിൽ അച്ഛനെയും മകനെയും കാട്ടാന ഓടിച്ചു. ഇന്നലെ പുലർച്ചെ ബൈക്കിൽ പോകുന്നതിനിടെയായിരുന്നു ആക്രമണം. വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് അനുവാദം ചോദിച്ചാണ് പോയതെന്നും ആനയുള്ള കാര്യം അവർ അറിയിച്ചില്ലെന്നും രവീന്ദ്രൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പ്രതിഷേധിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയെന്നും രവീന്ദ്രൻ പറയുന്നു. പാലക്കാട് ആറങ്ങോട്ട് കുളമ്പിൽ ഇന്നലെ രാവിലെയാണ് രവീന്ദ്രനെയും മകനെയും ആന ഓടിപ്പിച്ചത്. ഇവർ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയായിരുന്നു. ഇതിനിടയിൽ മുന്നിൽ വന്ന ആന ഇവരെ രണ്ടുപേരെയും ഓടിച്ചു. ഭാഗ്യം കൊണ്ടാണ് ജീവനോടെ രണ്ടുപേരും രക്ഷപ്പെട്ടത്. ഇന്നലെ രാവിലെ എന്താണ് ഉണ്ടായത്? ഞാൻ മകനെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് 6:30 ബസ്സിന് വിടാൻ വേണ്ടിയിട്ട് കൊട്ടേക്കാട് ബസ് സ്റ്റോപ്പിലേക്ക് പോകുമായിരുന്നു. വനപാലകന്മാർ മുകളിലുണ്ടായിരുന്നു, ഫോറസ്റ്റുകാർ അവിടെ ഉണ്ടായിരുന്നു. അവരെ കൊണ്ട് ഞാൻ ചോദിച്ചു, ഞാൻ അവരിനെ കണ്ട് സംസാരിച്ച് ആനയുണ്ടോ എന്നുള്ള ഇല്ല എന്നുള്ള ഉറപ്പിച്ച് അവർ പറഞ്ഞു ആനയില്ല, നീ പൊയ്ക്കോളോ പറഞ്ഞു. അവരിനെ കൊണ്ട് അനുവാദം കേട്ടിട്ട് ഞാൻ ഇറങ്ങി വന്ന വഴിയാണത്. ഈ വഴിയിൽ നിന്ന് നേരെ വരുന്ന ആന ഞങ്ങൾ രണ്ടുപേർക്ക് ഞങ്ങൾ എങ്ങനെ ഇതൊന്നും രക്ഷപ്പെട്ട് വന്നെന്നുള്ളത് ഞങ്ങൾക്ക് ഇന്നും ആലോചിച്ചിട്ട് പോലും ഈ കണ്ടാർക്കും എങ്ങനെ രക്ഷപ്പെട്ട് വന്നു എന്നുള്ളത് അറിയില്ല. ബൈക്കിലായിരുന്നു. ബൈക്കും സ്ലോ ആയിട്ട് തന്നെയാണ് വന്നത്. പക്ഷെ എങ്ങനെ രക്ഷപ്പെട്ടത് ഞങ്ങൾക്ക് ഇപ്പോഴും ആ പറയിലും ഇന്നും ബൈക്ക് അവിടെ നിർത്തി ഇറങ്ങി ഓടി. ഞങ്ങൾ വണ്ടി ആന നേരിട്ട് തന്നെയാണ് വരുന്നത്. ഞങ്ങൾക്ക് മാറാൻ എവിടെയും ഓടി മാറാൻ ഒരു വഴി ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എങ്ങനെയോ രക്ഷപ്പെട്ടു, ഞാൻ മകനും രക്ഷപ്പെട്ടു. അപ്പോൾ ഈ വീഡിയോ എടുത്തു. ഞങ്ങൾ ഫോറസ്റ്റായിട്ട് എന്നെ റോങ് ആയിട്ട് ഒരുപാട് സംസാരിച്ചു. അവർ പറഞ്ഞു എൻ്റെ മകൻ്റെ ലൈഫ് കളയും, നിങ്ങൾ എന്തിനു വീഡിയോ എടുത്ത്. ഫോറസ്റ്റുകാരന് വീഡിയോ എടുത്തു, ആനന് വീഡിയോ എടുത്തു, എല്ലാ തെളിവും നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനു വീഡിയോ എടുത്ത്, നിന്റെ മകൻ്റെ ലൈഫ് വരെ പോകും ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഞങ്ങൾക്ക് ഈ സാധാരണപ്പെട്ട ആൾക്ക് എങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ജീവിച്ചു പോകും? ഇവിടെ 3 മരണം കഴിഞ്ഞ സ്ഥലമാണ്. പരാതി പറഞ്ഞു, അതായത് ഒരുപാട് ആളിനെ പരാതി പറഞ്ഞു. സ്ഥിരം കേമാണ് ആന ഇവിടെ. വല്ലാണ്ട് ആന ഒരു ദിവസവും പോലും മാറി നിന്നിട്ടില്ല. ദിവസം ആന ഇന്നലെ രാത്രി ഇവിടെ ഉള്ളവർ ഉറങ്ങിയിട്ടില്ല. ഭാഗ്യം കൊണ്ടാണ് ഇവർ രക്ഷപ്പെട്ടത്. ഫോറസ്റ്റുകാരോട് ചോദിച്ചിട്ട് ഈ വഴിയിൽ ആന നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ എത്തിയത്. എന്നിട്ടും ആനയുടെ മുന്നിൽ പെടുകയായിരുന്നു. ഭാഗ്യം കൊണ്ട് ഏതായാലും രണ്ടുപേരും ഇന്നലെ പുലർച്ചെ രക്ഷപ്പെട്ടു.